പടം ഒരു ആവറേജ് പടമാണ്. ഇത്രയൊക്കെ ഉള്ളൂ, സാധനമേ ഉള്ളൂ. അല്ലാതെ അപ്പുറത്തോട്ട് കയറ്റി ഇത് മഹത്തായ മൈര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു അത്ര വലിയ മൈര. പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. എടുത്തോണ്ട് പോരാ മൈരികളെ, അത്രേ പറയാനുള്ളൂ. ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി കേട്ടിട്ടുണ്ടോ? പാരട്ടെ, നിന്റെ ധാരാവി എനിക്ക് ഇതാടാ. ഇതൊക്കെയാണ് പറയുന്നത്. എന്നെ ഓസ്കാറിനുണ്ടാക്കാൻ തൊലിക്കാൻ പോവാ ഓസ്കാറിന്. അതും പറയല്ലാരോട് നാണക്കേടായി അത് പറഞ്ഞു. കേട്ടു കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേട്ടോ. പൃഥ്വിരാജിന്റെ കഥയൊന്നും എന്താടാ മുലപ്പാല് കിണിയുണ്ടാ നാക്കില്? എന്നിട്ട് കോസ്കാറിന് വിടാൻ പോവാ. നിങ്ങൾ എന്തോ കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ട് കോസ്കാർ എന്ന് പറയാൻ നാണമുണ്ട്, ഉളപ്പുണ്ട്. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതി ഭയങ്കര വണ്ണം കുറച്ചു, പട്ടിണി കിടന്നു, ഞാൻ അവിടെ നിന്ന് നോക്കിയിരുന്നു ആരാണ്ട് തിന്നുന്നത്, ക്രൂരുള്ളവരൊക്കെ തിന്നുന്നത് ഞാൻ നോക്കിയിരുന്നു, വെള്ളം ഇറക്കുക എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഇന്റർവ്യൂസ്. പൃഥ്വിരാജ് വരുമ്പോഴേ അല്പത്തരത്തിന്റെ ഒരു ഇത് നീയാണല്ലോ കോടതി ഓടാമയില്. ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ അയാളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇവൻ ഡയറ്റ് ചെയ്തപ്പോ വിശന്നു എന്നൊക്കെ പറയുന്നവരെ ഊളെ വേറെ എവിടെയും കാണാൻ കിട്ടത്തില്ല. അല്ല അങ്ങനത്തെ ഒരു ഊളത്തരം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനെ ചെയ്യാൻ മടിക്കും. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. കൂറകളെ കൂറത്തനൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ പറഞ്ഞാണ് നമ്മൾ തമ്മിൽ ഇനിയൊരു അഭിമുഖ സംഭാഷണം വേണ്ടെന്ന്. അപ്പൊ നിനക്ക് മോട. പൃഥ്വിരാജിന്റെ ഈ വർത്താനവും ഈ കളിയൊക്കെ കാണുന്നവർക്ക് എന്തോ മഹത്തായ സിനിമ പൂർണ്ണമായ രൂപം എന്നൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് ഇത്രയും കോംപ്രമൈസ് ആയിട്ട് ഇവൻ മണ്ണം കുറയ്ക്കുന്ന കോംപ്രമൈസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ ബോധം പിന്നെയും ഇല്ല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ.